ഫൈസൽ ഹംസ വിവരങ്ങളുമായി ചേരുകയാണ്. ഫൈസൽ, അമേരിക്കയുടെ ഈ നിലപാടിനെയും ഇപ്പോൾ ഉരുത്തിരിയുന്ന പുതിയ സാഹചര്യങ്ങളെയും സമാധാനം അരികെയാണ് എന്ന വീക്ഷണകോണിൽ കൂടി കാണേണ്ടതുണ്ടോ? തീർച്ചയായും അങ്ങനെ തന്നെയാണ് മാധു ഈ യുദ്ധത്തെ കാണുന്നത്. കാരണം ഇറാന്റെ ഏറ്റവും സുപ്രധാനമായ ഒരു പ്രസ്താവനയുണ്ട് ഇക്കാര്യത്തിൽ. ഈ യുദ്ധം തുടങ്ങിയത് നിങ്ങളാണ്, ഇതെങ്ങനെ അവസാനിപ്പിക്കണമെന്ന് ഞങ്ങൾ തീരുമാനിക്കുമെന്നുള്ളതാണ്. പക്ഷേ അങ്ങനെ പറയുമ്പോൾ പോലും ഇറാൻ ചില കാര്യങ്ങൾ മുന്നോട്ട് വെച്ചിരുന്നു. ഈ യുദ്ധം യഥാർത്ഥത്തിൽ അവർക്കും ദീർഘകാലം മുന്നോട്ട് കൊണ്ടുപോകാൻ താല്പര്യമില്ല എന്നുള്ളത് തന്നെയാണ് വാസ്തവം. കാരണം ഇറാൻ നമുക്കറിയാം വർഷങ്ങളായി ഉപരോധത്തിൻ്റെ കെടുതിയിൽപ്പെട്ട് വലയുന്ന ഒരു രാജ്യമാണ്. അവരെ സംബന്ധിച്ചിടത്തോളം യുദ്ധം മുന്നോട്ട് കൊണ്ടുപോവുക എന്ന് പറയുന്നത് വളരെ പ്രയാസമുള്ള കാര്യമാണ്. പക്ഷേ അവരെ സംബന്ധിച്ചിടത്തോളം അവരുടെ നഷ്ടങ്ങൾ വളരെ വലുതാണ് എന്നുള്ളതാണ്. അതുകൊണ്ട് ഏത് തരത്തിലും തിരിച്ചടിക്കും എന്നുള്ളതായിരുന്നു അവരുടെ നിലപാട്. ഇപ്പോൾ യുദ്ധം തുടങ്ങി വെച്ച അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് തന്നെ ലോകത്തോട് പറയുകയാണ്, ഞങ്ങൾ 5 ദിവസത്തേക്ക് ഭാഗികമായ വെടിനിർത്തൽ പ്രഖ്യാപിച്ചിരിക്കുന്നു എന്നുള്ളത്. അത് ഇറാനെ സംബന്ധിച്ചിടത്തോളം അവരുടെ വിജയമായി കാണാവുന്ന ഒരു കാര്യം കൂടിയാണ്. അവരുടെ ജനങ്ങൾക്ക് മുന്നിൽ അവരുടെ നേതൃത്വത്തിന് തലയുയർത്തി നിൽക്കാനുള്ള ഒരു സാഹചര്യമാണ് ഉണ്ടാക്കിയിരിക്കുന്നത് എന്നുള്ളതാണ്. നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, എന്ത് പറഞ്ഞിട്ടാണോ ട്രംപ് ഇറാനിലേക്ക് വന്നത് എന്നുള്ളതാണ്. ഏതെങ്കിലും അർത്ഥത്തിൽ ഇറാന്റെ ഏതെങ്കിലും ആണവ പദ്ധതികളെയോ അല്ലെങ്കിൽ ഇറാന്റെ ഏതെങ്കിലും ഓയിൽ ഇൻഫ്രാസ്ട്രക്ചറുകളെയോ തകർക്കുക എന്നുള്ളതല്ലല്ലോ അമേരിക്കയുടെ ലക്ഷ്യം. അമേരിക്ക ഈ യുദ്ധം തുടങ്ങും മുമ്പ് പറഞ്ഞിരുന്നത് അവിടെ റെജിം ചേഞ്ച് ഉണ്ടാക്കുമെന്നാണ്. അവരുടെ ഭരണ സംവിധാനത്തിൽ അവകാശവാദങ്ങളും വെല്ലുവിളികളും ഒന്നും ഇപ്പോൾ ശേഷിക്കുന്നില്ല. ഏറ്റവും അവസാനം ഹോർമൂസ് കടലിടുക്കിന്റെ 48 മണിക്കൂർ എന്ന മുന്നറിയിപ്പോ ഒന്നും ഇറാൻ കണക്കിലെടുക്കുന്നുമില്ല.